അതിന് ഇൻസ്റ്റാളേഷൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇത് പ്ലീസ് ചെയ്യുക. ഇതിനുള്ളിൽ വരുന്ന ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പല്ല് വരും. അത് കറക്റ്റ് ഇതിൻ്റെ ഹോളിനകത്ത് കയറണം. പിന്നെ അത് കറക്റ്റ് ആ ഹോളിനടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്ക് ഇത് ലോക്കായിട്ട് നിന്ന് പോകും. അപ്പോൾ അത് മാക്സിമം താഴോട്ട് വലിച്ചു വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ലോക്കിന് ചാടിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ ലോക്കിലാക്കിയിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുണ്ടോ, പിന്നെ ഇത് അനങ്ങത്തില്ല, ടൈറ്റായി. ഇനി ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ കറങ്ങുമോ വല്ല ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കിനകത്ത് ചാടിപ്പോയെന്നതിൻ്റെ അർത്ഥം. അടുത്ത കാര്യം ഗാർഡ് പിടിപ്പിക്കുന്നതാണ്. ഗാർഡ് പിടിപ്പിക്കാനുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഗാർഡ് വരിക. ഗാർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 2 ഇതിലേക്ക് ഗാർഡ് വെച്ച ശേഷം ഇത് വയ്ക്കുക. സ്ക്രൂ ഇട്ട് കൊടുക്കുക. കൂടെ തന്നിരിക്കുന്ന അലൻ കീ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ടൈറ്റ് ആകുന്നിടം വരെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്, ഗാർഡായി. നെക്സ്റ്റ് ഇടുന്നത് ഇതിൻ്റെ ബ്ലേഡ് ഇടുന്ന കാണിച്ചു തരാം. അപ്പോൾ 3 ബ്ലേഡ് ആണ് വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മെറ്റൽ ബ്ലേഡാണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ പ്ലാസ്റ്റിക് വള്ളി ഇട്ട് ഉപയോഗിക്കാം എന്നുള്ള ഓപ്ഷനാണ്. പ്ലാസ്റ്റിക് വയറിടുമ്പം ഇതിലേക്ക് വയറ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഈ ഡിസ്കിലേക്ക്. ഇത് ഊരി പോരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ലൈറ്റർ വെച്ച് കത്തിച്ച് ഉരുക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഊരി പോരത്തില്ല. ഒരെണ്ണം ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒന്ന് തീ കൊണ്ട് കത്തിച്ച് കൊടുക്കുക. ലൈറ്റർ വെച്ച് ഉരുക്കുമ്പോഴത്തേക്കും ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തോട്ട് ചാടി പോകാതെ ടൈറ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഉരുക്കി കൊടുക്കുക 2 സൈഡ്. പിന്നെ മറ്റൊരു ബ്ലേഡ് വരുന്നത് ഈ റൗണ്ട് ബ്ലേഡാണ്. ഇതും ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ബ്ലേഡ് കണക്ട് ചെയ്യാനായിട്ട് ആദ്യം ഇത് കഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഹോള് കണ്ടോ, ഇത് നേരെ ഈ വെട്ടിന് നേരെ വരണം. അപ്പം ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു ഹോള് നമുക്കിവിടെ വിസിബിൾ ആവും. ആ ഹോളിലേക്ക് നമ്മുടെ ഇത് കയറ്റി വെക്കുക. പിന്നീട് കറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഇത് വെച്ച സ്ഥിതിക്ക് നമുക്കിത് കറങ്ങി പോകത്തില്ല, അവിടെ ഇരുന്നോളൂ. ഇതിലേക്ക് നമ്മൾ ഇത് നമ്മുടെ വള്ളിയാണെങ്കിൽ ഇതിങ്ങനെ, അല്ലെങ്കിൽ ബ്ലേഡാണെങ്കിൽ ബ്ലേഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. സെക്കൻഡ് ഇതിടുക, മൂന്നാമത് ഇടുക, നാലാമത് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതിവിടെ പിടിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക ടൈറ്റ് ആക്കാനായിട്ട്. ഓക്കെ, ഇൻ കേസ് ഇത് ടൈറ്റായി കഴിയുമ്പോഴത്തേക്കും ഇത് കറങ്ങുന്നില്ല, അങ്ങനെ എന്തെങ്കിലും എന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന റോഡ് കറക്റ്റ് ആയിട്ടല്ല എന്നുള്ളതാണ്. നമ്മൾ സെൻറ്റർ രണ്ടായിട്ട് വെച്ച പീസ് ഒന്നുകൂടെ അഴിച്ച് ഇടുക, അല്ലെങ്കിൽ ഇതൊന്ന് ലൂസ്, ഇത് ഓവർ ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ലൂസാക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നതാണ്.
നമുക്ക് എവിടെ ഹാൻഡിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിലിടുക. ഈ ഒരു നട്ട് ഇതിലുണ്ട്, അപ്പം നട്ട് ഉണ്ടാവണം. ടൈറ്റ് ആകുന്ന വരെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഷോൾഡറിലുള്ള ഉള്ളിൽ കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ലെന്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക. ഇവിടെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഈ 2 സ്വിച്ച് ഉണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക. ഇതും കൂടെ ഒരുമിച്ച് വെക്കുക. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്നത് ബാറ്ററി ഇതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തുകൊണ്ട് വലിക്കുമ്പോഴാണ് ബാറ്ററി റിമൂവ് ചെയ്യുന്നത്. ബാറ്ററിയുടെ ചാർജ് എത്രയാണെന്ന് പ്രശ്നമാണെന്നാണ് ഇതിന് നോക്കുക. ഇത് ഫുൾ ചാർജാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം കത്തി കാണിക്കുന്നത്. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഇതിൽ ചാർജർ പിന്നെ കണക്ട് ചെയ്യുക. ബാറ്ററി കണക്ട് ചെയ്ത് കഴിയുമ്പം ചാർജ് പ്ലഗിൽ കണക്ട് ചെയ്ത് ഓൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് തെളിയും. ഇതൊരു റെഡ് ഇൻഡിക്കേറ്റർ ആക്കി ചാർജ് ചെയ്യുമ്പം ഫുൾ ചാർജ് ആകുമ്പോൾ റെഡ് ഗ്രീൻ കളറാവും.